ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളൊരു മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി വ്ളോഗ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. സ്കൂള് കാര്യങ്ങൾ ടീച്ചിങ് അതൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യലില്ലായിരുന്നു. എടുത്തു വെച്ച് തന്നെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പം ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആനിവേഴ്സറിൻ്റെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആനിവേഴ്സറിൻ്റെ കേക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ടുള്ള ഫംഗ്ഷനായിരുന്നു. അപ്പം വീട്ടിൻ്റെ മുകളിൽ ടെറസിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനമ്മ കസിൻ ബ്രദറുണ്ട്, ജിത്തു ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ഏട്ടനാണ് വന്നത്. അനിയത്തി ഇവിടെ ഇല്ലായിരുന്നു, എറണാകുളം പോയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ ഫാമിലി, അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിലെ ഫാമിലി വലിയച്ഛൻ്റെ വീടുകളാണ്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള മക്കൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, ഞങ്ങൾ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏട്ടൻ്റെ മോനാണ് കേട്ടോ. പിണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇപ്പോഴാണ് വീഡിയോയിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കേക്ക് കട്ടിയാലൊക്കെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഏട്ടൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ തന്നെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒന്ന് സെറ്റായി. ഇത് കഴിഞ്ഞപ്പോൾ മൈക്ക് സെറ്റൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഗാനമേള നടത്താമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയായിരുന്നു. ഇന്ന് തന്നെ പാടിപ്പിച്ച് മക്കളെ കൊണ്ടാണ്, മക്കളിൽ നിന്ന് തുടങ്ങുക. എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കൂല. ഒരു 3-4 നാടൻപാട്ട് പാടിക്കഴിഞ്ഞാലേ സമാധാനമാവുള്ളൂ. അച്ഛനോട് പറയും പാടരുത് വെച്ചാൽ പാടരുത്, പക്ഷെ അച്ഛൻ കേൾക്കില്ല. കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങി അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത്. ഭാഗത്തുനിന്ന് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെ. അപ്പം അതിൽ എന്തൊക്കെയോ സാധനം ഉണ്ട്, അത് ഇപ്പം നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ മതി. ചെറിയൊരു ഗിഫ്റ്റും ഏട്ടൻ്റെ കയ്യിൽ കൊടുത്ത് അത് നോക്കാൻ പറഞ്ഞു. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഏട്ടനും മനസ്സിലായില്ല. ഏട്ടൻ ചിരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ വെച്ചിട്ട് ഞങ്ങളോട് രണ്ടുപേരോടും കൂടി തുറക്കാൻ പറഞ്ഞതാണ്. ഈ പാക്കിങ്ങിൻ്റെയൊക്കെ ഓർമ്മ ബുദ്ധി ഫുൾ ജിത്തുചാട്ടനാണ്, ആ ഒരു ക്രെഡിറ്റ് മൊത്തം. തലേന്ന് വന്ന സാധനം ചിലപ്പോ കുത്ത കിട്ടും. നിങ്ങൾ പാടുന്നമ്മേ ചിത്രപ്പണിയാ. ഒന്നിന്റെ അമ്മയ്ക്ക് കൊടുക്കാം. വിട്ട് തുറന്നോട്ടോ, തുറക്കുമ്പോളേ ചിലപ്പോ അങ്ങനെ തുറക്കും. ഒരു ആനിവേഴ്സറിയുടെ കഷ്ടപ്പെട്ട് ശരി.
അങ്ങനെ പൊളിക്കണോ? പൊളിക്കട്ടോ അത്. നിങ്ങളെല്ലാം രസം ഉണ്ടാവണം. കേട്ടോ അവിടെ തുറന്നു സർപ്രൈസ് ഗിഫ്റ്റ് തരുമ്പോ അങ്ങനെയല്ല. തുറക്ക്. അതെ. ശ്രദ്ധിച്ചോട്ടോ. അതിന്റെ വണ്ടിയിലാണ് കിടക്കുന്നത്. വീഡിയോ കണ്ടിട്ടില്ല. എനിക്കൊന്നും കാണുന്നില്ലേ? ഇതെന്താ? വണ്ടീന്റെ ചാവിയോ? വണ്ടിയോ? എന്ത് വണ്ടി? ബൈക്കോ? ഹോണ്ടയോ? എടോ വണ്ടി എവിടെയുള്ളത്? ഷട്ടായിക്കോ. ഒന്ന് ഓണടിച്ചേക്ക്. ഞാൻ കുറച്ച് തരാണ്ട് ഒരു 10 മിനിറ്റ് കഴിയണോ? ചോക്കില്ല ഇതിന്. അപ്പോൾ അത് 10 മിനിറ്റ് ഇറക്കിയ ശേഷം ഓട്ടോ ചോക്കാണ്. അത് കഴിഞ്ഞ ശേഷം അതൊന്ന്. പിന്നെ 1 ലിറ്റർ പെട്രോൾ എപ്പോഴും ഉണ്ടാവണം അതിനകത്ത്. രണ്ടാമത്തെ ഹെൽമെറ്റ് കേട്ടോ. അല്ല അങ്ങനെ ഞാനാട്ടോ പറഞ്ഞത്. നമുക്ക് അങ്ങനെ കൊടുക്കാം. അതാകുമ്പോ രസമാണല്ലോ. കണ്ടോ നല്ല വണ്ടിയാണോ? നല്ല പുള്ളിങ്ങ. ഭയങ്കര സർപ്രൈസായി പോയി ഇത് കണ്ടപ്പോൾ. കാരണം വെച്ചാൽ അച്ഛനും അമ്മയും കൂടി വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ അവരിവിടെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ അമ്മയും അച്ഛനും എന്തുണ്ടെങ്കിലും പറയുന്നതാണ്. ഇതിപ്പോൾ ഒരു അക്ഷരം അതിനെപ്പറ്റി മിണ്ടിയില്ല. അമ്മയ്ക്ക് ഇങ്ങനെ പറയാനിട്ടൊരു വെമ്പലുണ്ടെന്ന് എനിക്കിപ്പം ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നി. അതുവരെ എന്നോട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. സാധാരണ എല്ലാം പറയുന്ന ആൾക്കാരാണ്. ഭയങ്കര സർപ്രൈസായിപ്പോയി. ജിത്തുരാറിനാണ് ഇതിൻ്റെ തല മൊത്തം. അങ്ങനെ ജിത്തുരാറിനൊരു താങ്ക്സ് ഉണ്ട്. അധികം ദൂരമൊന്നും പോയിട്ടില്ല. കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ച് വേഗം പോകുന്നു ഇങ്ങോട്ടേക്ക്. നല്ല രസമുണ്ടായത്. ഈ യൂണിക്കോണിൻ്റെ ബൈക്കാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും പറയും ഇങ്ങനെ മറ്റേ ഇതിനോടൊന്നും ബുള്ളറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം പിന്നെ അങ്ങനത്തെ ഒന്നും നോക്കിയില്ല. അച്ഛനും അമ്മയും ചിത്തുരാറിനുമാണ് എല്ലാം ഡീൽ ചെയ്തത്. ചിത്തുരാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ യൂണിക്കോൺ നല്ലതാണ് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും വേഗം അത് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിൽ പോയി. പിന്നെ അടുത്ത ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ ആയിരുന്നു. ഏട്ടനും വൈഫുമാണ്. നമ്മൾ അനിയത്തിയാണ്, ആമിമോളാണ്. ഏട്ടൻ്റെ ഫ്രണ്ട് അഭിഷേക്. അപ്പം അഭിഷേക് ഞങ്ങളെ വീട്ടിലായിരുന്നു ഒരാഴ്ചത്തേക്കൊക്കെ അന്ന് ആ ഒരു ടൈമിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂരിലാണ്. അപ്പം നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവൻ വാങ്ങി തന്ന ഗിഫ്റ്റാണ്. അവൻ്റെ അടുത്ത് ഞാൻ ബാഗാണ് പ്രതീക്ഷിച്ചത്. അവൻ എൻ്റെ ബാഗ് കൊണ്ടുപോയത് എനിക്ക് പുതിയ ബാഗ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവൻ അടിപൊളിയായിട്ടുള്ളൊരു രാധാകൃഷ്ണ ഒരു വിഗ്രഹമല്ല ഒരു. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 അനിയത്തിമാരെ നിംതൂസിനും മിമൂസിനെയാണ് കണ്ടത്. പിന്നെ ഇത് ഞങ്ങളെ ഫാമിലിയാണ്. ഏട്ടനും ഏട്ടൻ്റെ 2 ഏട്ടന്മാരും ഏട്ടൻ്റെ ഭാര്യയും. പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് അങ്ങനെ ഒരു ഡി ജെ ലുക്കിലേക്ക് അങ്ങ് പോയി. മുകളിൽ തന്നെ DJ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഡാൻസൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ. ആ പരിപാടിക്ക് ഞങ്ങൾ പൊളിക്കുന്നതാണ്. അത്രയും മക്കൾസും ഉണ്ടല്ലോ അവിടെ. അപ്പം ഇവരെന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. വിളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങൾ വിളിക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് പിന്നെ എല്ലാവരെയും വിളിക്കേണ്ടി വരും. അതും വലിയ പരിപാടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരെയും വിളിക്കാഞ്ഞതായിരുന്നു. ഇടയിൽ കൂടെ ഞങ്ങൾ മോൻ്റെ പാട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സെറ്റാക്കി.
ഇവിടെ അമ്മൂച്ചി ഒരു പാട്ട് പാടി. പോയിട്ട് ചിരിച്ചാ പോയി അതിന്റെ ഇത് പോയില്ലേ അതാണ് എന്റെ മൊത്തം കണ്ണൂട്ടി പഠിക്കണം പാട്ട് നോക്കി ഇത് ചിന്നമ്മേൻ്റെ ഒരു പാട്ടാണ്. ആനിവേഴ്സറി അടിപൊളിയാക്കിക്കൊണ്ട് ഞങ്ങൾ കലാശക്കൂട്ട് ആരംഭിച്ചിരിക്കുന്നു. ഡാൻസ് മാസ്റ്റർ വിക്രം ഡാൻസ് മാസ്റ്റർ വിക്രം